നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നു. അടുത്ത ലാപ്പിലേക്ക് പ്രവർത്തകരും അണിയറ പ്രവർത്തകരും ആവേശ മുന്നണികളും കടന്നിരിക്കുകയാണ്. എന്തായാലും സമഗ്രമായൊരു വാർത്താരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും. ഇതുവരെ പത്രിക നൽകിയത് 143 പേർ. സൂക്ഷ്മ പരിശോധന നാളെ. വയനാട്ടിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ ഇന്ന്. അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് പരിഗണിക്കും. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കെജ്രിവാൾ. കെ കവിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. അരുണാചലിലെ കൂട്ടമരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ദേവിയെയും ആര്യയെയും മരിക്കാൻ പ്രേരിപ്പിച്ചത് നവീൻ. മരണശേഷം അന്യഗ്രഹത്തിൽ സുഖജീവിതമെന്ന് വിശ്വസിപ്പിച്ചു. കൂടുതൽ അന്വേഷണത്തിന് കേരള പോലീസ്. അരുണാചൽ പോലീസുമായി ആശയവിനിമയം നടത്തും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പി കെ ബിജുവിനെ ഇന്ന് ഇ ഡി ചോദ്യം ചെയ്തേക്കും. ഇ ഡി അന്വേഷിക്കുന്നത് മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള സാമ്പത്തിക ഇടപാട്. ഇ ഡി നോട്ടീസിന് മറുപടി നൽകാതെ ബിജു. നാളെ ഹാജരാകാൻ കൌൺസിലർ പി കെ ഷാജിന് നോട്ടീസ്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഇന്ന്. പരിഗണിക്കുന്നത് മാത്യു കുഴൽനാടന്റെ ഹർജി. വിധി പറയുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. IPL ഇന്ന് പഞ്ചാബ് ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്. 100 years of trust. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ഇതിനകം തന്നെ പത്രിക നൽകിയിട്ടുണ്ട്. കെ സി വേണുഗോപാൽ, എ എം ആരിഫ്, ഷാഫി പറമ്പിൽ, രാജീവ് ചന്ദ്രശേഖർ, കെ സുരേന്ദ്രൻ, അടൂർ പ്രകാശ് എന്നിവർ ഇന്ന് പത്രിക നൽകും. സുരേഷ് ഗോപിയും കെ മുരളീധരനും ഇന്ന് പത്രിക നൽകും. സൂക്ഷ്മ പരിശോധന നാളെയാണ് നടക്കുക. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം വലിയ ആവേശ കാഴ്ചയാക്കാനാണ് BJP ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ ഇന്ന് വയനാട്ടിൽ നടക്കും. എന്താണ് ഇന്ന് നടക്കുന്നത് നമുക്ക് മൊത്തത്തിലൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുന്നു. വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും, CV അനുമോദ് വയനാട്ടിൽ നിന്നും, ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും. ഞാൻ ആദ്യം അരുണിലേക്ക് പോകുന്നു. അരുൺ, തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാവുകയാണ് എന്ന് പറയാം. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം? ഇന്ന് ആരൊക്കെയാണ് പത്രിക സമർപ്പിക്കുന്നത്? അശ്വതി, ഇന്ന് വൈകിട്ട് 3 വരെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. നാളെ സൂക്ഷ്മ പരിശോധന. 8-ാം തീയതി പത്രിക പിൻവലിക്കാനുള്ള സമയവും അവസാനിക്കും. അതോടുകൂടി സംസ്ഥാനത്ത് എത്ര സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്രയൊക്കെ സ്ഥാനാർത്ഥികൾ എന്ന കാര്യം വളരെ വ്യക്തമാകും. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിക്കും. ഇന്ന് ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരത്ത് പത്രിക സമർപ്പിക്കുന്നത് 2 പേരാണ്. BJPയുടെ NDAയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ 11 മണിക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നേരത്തെ വയനാട്ടിലെ കാര്യം സൂചിപ്പിച്ച പോലെ ഇവിടെയും വലിയ ആഘോഷമാക്കി, വലിയ പ്രകടനമാക്കി റോഡ് ഷോ, അതായത് കേന്ദ്രമന്ത്രി S ജയശങ്കർ പങ്കെടുക്കുന്ന റോഡ് ഷോ നടത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിക്കാനെത്തുക. 9:30 പേരൂർക്കടയിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. ജയശങ്കറും പത്രികാ സമർപ്പണ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉണ്ടാകും. ആ രീതിയിൽ വിപുലമായ പരിപാടിയാണ് BJP നേതൃത്വം ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. 9:30 റോഡ് ഷോ ആരംഭിക്കും. ആറ്റിങ്ങലിലെ സിറ്റിംഗ് MP UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇത് രണ്ടുമാണ് തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ഒന്നുകൂടി വരാനുണ്ട്. അത് UDFന്റെ ഒരു വിമത സ്ഥാനാർത്ഥിയാണ്. അത് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സജിൻ ലാൽ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. അയാൾ ഇന്ന് തരൂരിനെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം
സജീവമായി നടത്തുന്നുണ്ട്. ഇന്നലത്തെ പ്രഖ്യാപനമാണ് ഇന്ന് 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളത്. യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നില്ല, ചില പ്രത്യേക മതസ്ഥർക്ക് മാത്രം അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ, പ്രവർത്തന സ്വാതന്ത്ര്യമില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർത്തിയാണ് ഇന്നലെ അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. ഒരു വിമത സ്ഥാനാർത്ഥിയുടെ കൂടി പത്രിക അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നു. 11 മണിക്ക് പത്രികാ സമർപ്പണം ആരംഭിക്കും. ഏറ്റവും പ്രധാനം രാജീവ് ചന്ദ്രശേഖരന്റെയും അതുപോലെ അടൂർ പ്രകാശിന്റെയും പത്രികകളാണ്. ശരി അരുൺ തുടരുക. എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. എങ്കിൽ പോലും ഇന്ന് വയനാട് വളരെയധികം പ്രത്യേകതകളുണ്ട്. വയനാട്ടിലേക്ക് പോകുമ്പോൾ CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വയനാട്ടിൽ ഇന്നലെ രാഹുൽ ഗാന്ധി, ഇന്ന് സ്മൃതി ഇറാനി, വലിയ ആവേശത്തിലാണ്, തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് വയനാട്. ഏത് രീതിയിലാണ് സ്മൃതി ഇറാനിയുടെ റാലി ഏർപ്പെടുത്തിയിട്ടുള്ളത്? എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ നടന്നത്? അശ്വതി, സ്മൃതി ഇറാനി അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ എത്തിച്ചേരും. നമ്മൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കണ്ടതാണ്. ഒരു വലിയ ആഘോഷമായിട്ട് UDF രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം റോഡ് ഷോയിലൂടെ ആഘോഷിക്കുകയായിരുന്നു. ഇന്ന് അതിന് ഒരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് BJP സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിൽ എത്തും. അതിനുശേഷം 10 മണിക്ക് ശേഷമായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. 1.5 മണിക്കൂറോളം സമയം അവർ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പത്രികാ സമർപ്പണം. നമുക്കറിയാം, അമേഠിയിൽ ചരിത്രം തിരുത്തി കുറിച്ച വ്യക്തിയാണ് സ്മൃതി ഇറാനി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വിജയം നേടിയ സ്മൃതി ഇറാനി തന്നെ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ അത് വയനാട്ടിൽ BJP നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കാലങ്ങളായിട്ട് അമേഠിയിൽ വികസനം കൊണ്ടുവരാതിരുന്ന നെഹ്റു കുടുംബത്തിനെ അവരുടെ പിന്തുടർച്ച അവസാനിപ്പിച്ച സ്മൃതി ഇറാനി വയനാട്ടിൽ വലിയ സന്ദേശം നൽകുമെന്ന് BJP അവകാശപ്പെടുന്നു. പഴയ അമേഠി പോലെയാണ് ഇപ്പോഴത്തെ വയനാടെന്നാണ് BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനി ഇവിടെ എത്തി രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിത വിമർശനങ്ങൾ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ BJP ചർച്ചയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് SDPIയുടെ UDF പിന്തുണ അത് വലിയ തോതിൽ BJP ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നു. ദേശീയ തലത്തിൽ അതിന്റെ പ്രചരണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഏറ്റവും പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം റോഡ് ഷോയിൽ കൊടികൾക്ക് പകരം ബലൂൺ ഉപയോഗിച്ചത്, അതായത് UDFന്റെ ഘടകകക്ഷികളുടെ ഒന്നും കൊടികൾ ഉപയോഗിക്കാതെ ബലൂൺ ഉപയോഗിച്ചത്, ഇതൊക്കെ വലിയ തോതിൽ തന്നെ ചർച്ചയാക്കുകയാണ് BJP ചെയ്യുന്നത്. വയനാട്ടിലെ വികസന വിഷയങ്ങൾക്ക് പുറമെ രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചരണം. എന്താണെങ്കിലും സ്മൃതി ഇറാനി ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത് അതിനുശേഷം അവർ കളക്ടറേറ്റിലെ നോമിനേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സുരേന്ദ്രന്റെ കൂടെ അവരും നോമിനേഷൻ സമയത്തുണ്ടായിരിക്കും. അതിനുശേഷം അവർ മാധ്യമങ്ങളെ അവിടുന്ന് കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ തോതിൽ ദേശീയ വിഷയങ്ങൾ വയനാട്ടിൽ ഈ ദിവസങ്ങൾ ചർച്ചയാകുന്നു. ഒപ്പം തന്നെ വയനാടും ദേശീയ തലത്തിൽ ചർച്ചയാകുന്നു. അശ്വതി, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുകയാണ്. ശരണ്യ, വലിയ ആവേശത്തിലാണ് ആലപ്പുഴയും. ഇന്ന് 2 സ്ഥാനാർത്ഥികൾ KC വേണുഗോപാലും AM ആരിഫും പത്രിക നൽകാൻ ഒരുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങനെ നിൽക്കുന്നു ആലപ്പുഴയിൽ? ഒപ്പം ഏതൊക്കെ നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടാകും? ആലപ്പുഴയിൽ ഇന്ന് 2 സ്ഥാനാർത്ഥികൾ അരമണിക്കൂറിന്റെ വ്യത്യാസത്തിൽ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം 1 മണിക്കൂർ വ്യത്യാസത്തിൽ, അതായത് 10 മണിയോടുകൂടി KC വേണുഗോപാൽ പത്രിക സമർപ്പിക്കുന്നതിനായി പഴവീട്ടിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ വസതിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങും. 10 മണിയോടുകൂടി കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കുന്നതാണ്. പ്രവർത്തകരുടെ ഒരു പ്രകടനം എന്തായാലും ഉണ്ടാവും. കാരണം ഇന്നലെ തന്നെ നമുക്കറിയാം, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാനായി, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയപ്പോൾ വലിയൊരു പ്രകടനമായി തന്നെയാണ് എത്തിയത്. അതായത് 100 കണക്കിന് സ്ത്രീകൾ അണിനിരന്ന് അവര് ടൗൺ ഹാളിൽ നിന്നും ആ പ്രകടനം പുറപ്പെട്ട കളക്ടറേറ്റ് വരെ എത്തി ആണ് പത്രിക സമർപ്പണത്തിലേക്ക്. അത്തരത്തിലൊരു ആവേശകരമായ ഒരു അനുഭവം ഇന്നും 2 UDFന്റെ ആണെങ്കിലും LDFന്റെ ആണെങ്കിലും സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണത്തിൽ ഉണ്ടാകും. AM ആരിഫും KC വേണുഗോപാലും ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പത്രിക സമർപ്പിക്കും. ഒപ്പം തന്നെ മാവേലിക്കരയിൽ NDA സ്ഥാനാർത്ഥിയും ബൈജു കലാശാലയും ഇന്ന് പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ്. അത് ചെങ്ങന്നൂർ RD ഓഫീസിലാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക, തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. സ്വാഭാവികമായും അശ്വതി, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്.
അത് നമുക്കറിയാം KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ എത്തിയതും ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു ദേശീയ ലീഡർ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അറ്റൻഷൻ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ മണ്ഡലം. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ AM ആരിഫ് മത്സരിക്കുന്നു എന്നുള്ളതുമാണ്. കാരണം AM ആരിഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ തവണ കനലൊരു തരി എന്ന പ്രയോഗത്തിൽ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിന് സീറ്റ് നിലനിർത്തേണ്ട അഭിമാന പോരാട്ടമായ ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ മണ്ഡലം. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി, അതായത് NDAക്ക് ഇത്രയും നാൾ മത്സരിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒന്ന് ഒരു മത്സരം കാഴ്ചവെക്കുന്ന പ്രതീതി ഉണ്ടാക്കുകയും ആ മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി, അത്തരത്തിൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ശോഭാ സുരേന്ദ്രനും വരുമ്പോൾ ആലപ്പുഴയിൽ തീർച്ചയായും ആവേശകരമായ ഒരു മത്സരത്തിലേക്കാണ് നീങ്ങുന്നത്. അതിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുന്നതിന്റെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായിരുന്നെങ്കിൽ പോലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്ക് എത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പൂർണ്ണമായ ഒരു ആവേശത്തിലേക്ക് എത്തും. പഴയ രീതിയൊന്നുമല്ല. നമുക്കറിയാം, ഓരോ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കുമ്പോഴോ അവരുടെ ഓരോ പരിപാടികളും പരമാവധി അവരുടെ ഒരു അംഗബലം കാണിക്കുക, അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് ആലപ്പുഴയിൽ തന്നെയാണെങ്കിലും റോഡ് ഷോകളും വിവിധ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും പരിപാടികളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പറയാം. ആ ഒരു പ്രകടനം ഇന്നും ആലപ്പുഴയിൽ ഇരു സ്ഥാനാർത്ഥികളുടെയും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ KC വേണുഗോപാൽ ഇന്ന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകുന്നത് രാജസ്ഥാനിൽ കൊല്ലപ്പെട്ട കണ്ണൂർ സ്വദേശി അസ്ബ ഖാന്റെ ഉമ്മ സുബൈദ ആണ് KC വേണുഗോപാലിന് ഇന്ന് കെട്ടിവെക്കാനുള്ള തുക നൽകുന്നത്. അദ്ദേഹത്തിന്റെ പഴവീട്ടെ വസതിയിലെത്തി ആ തുക അല്പസമയത്തിനകം അവർ കൈമാറും എന്നുള്ളതാണ്. AM ആരിഫ് ഇന്ന് EMS സ്റ്റേഡിയത്തിൽ നിന്നും പ്രവർത്തകരുമായി അവിടെ നിന്നാണ് 11 മണിയോടുകൂടി പ്രകടനമായി എത്തിയാണ് ഇന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രഞ്ജിത്ത് ശ്രീനിവാസൻ, അതായത് കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷയാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. അത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും ഓരോ പ്രത്യേകതകളൊക്കെ കൊണ്ടുവന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഇവിടെ തെരഞ്ഞെടുപ്പിനായി ഇറങ്ങുന്നത്. പ്രചാരണം വലിയ ചൂട് പിടിച്ച അവസ്ഥയിൽ തന്നെയാണ് ആലപ്പുഴയിൽ. പ്രത്യേകിച്ച് അറിയാലോ, നല്ല ചൂടാണ്. ദേശീയപാത കടന്നു പോകുന്ന മണ്ഡലമാണ്. അതായത് അരൂർ തൊട്ട് ഇപ്പോൾ കരുനാഗപ്പള്ളി വരെ അതാണ് ആലപ്പുഴയിലെ ചിത്രമെങ്കിൽ നോക്കൂ, ഇപ്പോൾ ദേശീയ നേതാവ് സ്മൃതി ഇറാനി ഇന്നത്തെ റാലിക്കായി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തത്സമയം കാണുന്നത്. അമേഠി ആവർത്തിക്കും വയനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ NDAയുടെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി വന്നെങ്കിൽ ഇന്ന് സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ, NDA മുന്നണി എന്നുള്ളതാണ്. കൃത്യസമയത്ത് തന്നെ, പറഞ്ഞ സമയത്ത് തന്നെ സ്മൃതി ഇറാനി എത്തിയിരിക്കുന്നു. ഇനി അവരുടെ റോഡ് ഷോ ഉണ്ട്. അതിനു മുൻപ് പത്രികാ സമർപ്പണം, K സുരേന്ദ്രനൊപ്പം എത്തി പത്രികാ സമർപ്പണത്തിലും ഭാഗമാകും സ്മൃതി ഇറാനി എന്നറിയുന്നു. ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രമന്ത്രിയുടെ റോഡ് ഷോ വലിയ ഗംഭീരമാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് BJP പ്രവർത്തകർ. അവിടെ BJP പ്രവർത്തകർ അവരെ സ്വീകരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. K സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്മൃതി ഇറാനിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. അതിനുശേഷം അവരുടെ റോഡ് ഷോ ഉണ്ടാകും. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വലിയ ഗംഭീരമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. അതിനു പിന്നാലെ സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത് ഏറെ പ്രത്യേകതകളുള്ളതാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാഹുൽ ഗാന്ധിയും ഇന്ന് സ്മൃതി ഇറാനിയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ആ രാഷ്ട്രീയ ചിത്രം ഏറെ കൗതുകം ഉള്ളതുകൂടിയാണ്. ഇപ്പോൾ പ്രത്യേക വാഹനത്തിൽ സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് പോവുകയാണ്. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SDPI പ്രഖ്യാപിച്ച പിന്തുണ കോൺഗ്രസ്
തള്ളിപ്പറയുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പിൽ തീവ്രവാദ സംഘടനകളുമായി കോൺഗ്രസിന് ധാരണയുണ്ടെന്ന തരത്തിൽ പ്രചരണം ദേശീയ തലത്തിൽ തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇന്നത് സംബന്ധിച്ച കൂടിയാലോചനകൾ കോൺഗ്രസിൽ നടക്കും. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കം അങ്ങനെ ആ ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നില്ല. ഇന്ന് അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലെ പിന്തുണ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്, UDF സംഭവിക്കുന്നത്. SDPIയുടെ പിന്തുണ വലിയ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് കോൺഗ്രസിനെതിരെ. അതൊരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിലും BJP ഏറ്റവും വലിയ പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് SDPIയുടെ ഈ പിന്തുണയാണ്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് SDP. അതുകൊണ്ട് തന്നെ അത്തരം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയും ജയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാൽ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ BJP നേതൃത്വം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ തിരിച്ചടിയാവും. ദേശീയതലത്തിലെ BJP നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ പോലും പ്രധാന ആരോപണം ഇതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ആ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ഒരു ആലോചന നടത്തുന്നത്. പിന്തുണ നേരത്തെയൊക്കെ ആർക്കും പിന്തുണ നൽകാം, അത് ഞങ്ങൾ വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല നിലപാടെടുത്ത കോൺഗ്രസ് നേതൃത്വം മാറ്റിപ്പറയാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചന നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ SDP പിന്തുണ വേണ്ട എന്ന നിലപാട് അവർ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കും. അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടി, കേരളത്തിനപ്പുറത്തേക്ക് ദേശീയതലത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കൊടി വലിയ വിവാദമായിരുന്നു. ഇന്നലെ അവർ അതിലൊരു ജാഗ്രത പാലിച്ചു. അതിന് അന്ന് ദേശീയതലത്തിൽ വലിയ പ്രചരണ വിഷയമായിരുന്നു ആ കൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകടനം. പാകിസ്ഥാൻ പതാകയെ തരത്തിലുള്ള വിമർശനമാണെന്ന് ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെ BJP ഉയർത്തിയത്. അതിന് സമാനമായ ഒരു വിഷയമായാണ് ഇപ്പോൾ BJP ദേശീയ നേതൃത്വം SDP-യുടെ കോൺഗ്രസ് പിന്തുണയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഓരോ നിമിഷവും മാറുന്നു. അതിൽ നിന്ന് മറികടക്കാനുള്ള വഴികളാണ് കോൺഗ്രസ് നേതൃത്വം തേടുന്നത്. അതിനുവേണ്ടിയാണ് SDP പിന്തുണ വേണ്ടെന്ന് വയ്ക്കാനുള്ള ആലോചന. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്തെ ചില ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി മുരളീധരൻ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇന്നാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. അതിനു മുൻപ് ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. TTEക്ക് നേരെ വീണ്ടും അക്രമം എന്ന വാർത്ത വരുന്നു. ആലപ്പുഴയിൽ ജനശതാബ്ദി എക്സ്പ്രസിൽ വെച്ചാണ് സംഭവം. TTE ജെയ്സന്റെ കണ്ണിന് പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. ഭിക്ഷക്കാരനാണ് ആക്രമിച്ചതെന്ന് TTE പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, എന്നെ കേൾക്കാമോ? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 120/76 ജനശതാബ്ദി എക്സ്പ്രസിൽ വർക്ക് ചെയ്യാനായിട്ട് പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരു ഭിക്ഷക്കാരൻ മുഷിഞ്ഞ വസ്ത്രമായിട്ട് ഒരാളിന്റെ അകത്ത് കയറി. ഇറങ്ങണമെന്ന് ആളോട് പറഞ്ഞു, ടിക്കറ്റ് ഇല്ല ആൾക്ക്. ഇറങ്ങണമെന്ന് പറഞ്ഞ ആള് കൂട്ടാക്കാതെ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി ഉണ്ടായ ഒരു വെണ്ടറെ പിടിച്ച് തള്ളി. അതിനുശേഷം ഇദ്ദേഹം തുപ്പാൻ നോക്കി, എന്നെ കൈകൊണ്ട് ഇടിക്കാൻ നോക്കി. അത് കഴിഞ്ഞ് 3-ാം വട്ടം എന്നെ പിടിച്ച് മാന്തി കഴിഞ്ഞപ്പോ എന്റെ വലത്തെ കണ്ണിന്റെ അവിടെ അത് മുറിഞ്ഞു. ഇഞ്ചക്ഷൻ എടുക്കണം. ഞാൻ എറണാകുളം സൗത്തിലേക്ക് എത്താൻ പോവാണ്. ഇപ്പോഴും ഡ്യൂട്ടിയിൽ തുടരുവാണോ? എങ്ങനെയാണ്? ഇപ്പോഴും താങ്കൾ ഡ്യൂട്ടിയിലാണല്ലേ? അതെ, എന്റെ ഡ്യൂട്ടി കഴിയുന്നത് എറണാകുളം സൗത്ത് എത്തുമ്പോഴാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയാണ്. ഇന്നലെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോയതാണ്. ഇതേ വണ്ടി തന്നെ. ഇന്നലെ 3:04 പോയി, ഇപ്പൊ 4:04 അവിടെ നിന്നത്. ഈ സമയത്ത് താങ്കൾക്ക് സുരക്ഷയൊരുക്കാനോ മറ്റോ ആരും ഉണ്ടായിരുന്നില്ല, ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. പിന്നെ എന്റെ സഹപ്രവർത്തകർ വന്നു. അത് കഴിഞ്ഞ് ഗാർഡിന്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് കിട്ടിയായിരുന്നു. ജെയ്സൺ, നമുക്ക് ആ വിനോദിന്റെ സംഭവത്തിൽ ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു സുരക്ഷിതത്വം എത്രത്തോളമാണ് എന്നൊരു ആശങ്ക നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ ഞങ്ങൾക്കും ഭയമുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? എന്താ പറയാ, ഇനിയിപ്പോ ഡ്യൂട്ടിക്ക് വരുമ്പോ ഹെൽമെറ്റ് ഇട്ട് നമ്മൾ വരേണ്ടി വരുമ്പോ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജെയ്സൺ ഇതിന്റെ പരാതി കൊടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ? ഞാൻ എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ട് അവരായിട്ട് സംസാരിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞനുസരിച്ച് ഇത് തുടർ നടപടികളായിട്ട് എനിക്ക് പോകാൻ സാധിക്കും. എന്തായാലും ഫസ്റ്റ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് ഒരു ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം അടിയന്തരമായിട്ട്. അതാണ് പ്രാഥമികമായിട്ട് എനിക്ക് വേണ്ടത്. വലിയ മുറിവാണോ ജെയ്സൺ?
മുറിവ് വലിയതല്ല, നഖത്തിന്റെ കുറച്ച് പാടുകളുണ്ട്, കുറച്ച് ബ്ലഡ് വന്നു. ഭയപ്പെട്ടോ പെട്ടെന്ന് ജെയ്സൺ? അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നുള്ളതാണ് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണിത്. കഴിഞ്ഞ ദിവസമൊക്കെ ടിടിമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നപ്പോൾ എത്രത്തോളം ഇത് അധികാരികൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരു വാർത്ത ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ടിടിമാർക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നുള്ള കാര്യം വലുതായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് വിനോദ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് ആക്രമണത്തിനിരയാവുകയും അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അതേ ആ ദിവസം, ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഇത്തരത്തിലൊരു വാർത്ത വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ബാനറുകൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുന്നോടിയായി കെ മുരളീധരൻ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഗുരുവായൂർ, അതുപോലെ മമ്മിയൂർ ക്ഷേത്രം, നാരായണൻകുളങ്ങര, ശങ്കരൻകുളങ്ങര ക്ഷേത്രം, ഇത്രയും ക്ഷേത്രങ്ങളിൽ പോയി അച്ഛൻ്റെ അമ്മയുടെയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അവരുടെ ഇവിടെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി ഇനി നോമിനേഷൻ കൊടുക്കാം. ഈ പല ഘട്ടങ്ങളിൽ പ്രചരണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞല്ലോ, എങ്ങനെയാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? നല്ല ഒരു റെസ്പോൺസാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടം കഴിഞ്ഞ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ഒന്നാം ഘട്ടം പൂർത്തിയായി. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. സാധാരണ ജനങ്ങൾ വളരെയധികം ഈ യാത്രേനെ വരവേൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. രാത്രി 10 മണിയായി ഇന്നലത്തെ പ്രചരണം അവസാനിച്ചപ്പോൾ. ഈ 10 മണി വരെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ പോലെ ഇറങ്ങുന്ന പ്രദേശത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ വരികയും അവരുടെ പരാതികളും മറ്റും പറയുകയുണ്ടായി. ഇപ്പോൾ 100% ഞങ്ങൾ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറ്റു പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ പോകുന്നുണ്ട്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം ED ഉൾപ്പെടെയുള്ളവർ സജീവമാകുന്നുണ്ട്. എന്താണ് അത് നൽകുന്ന സൂചന? അല്ല, ED ഇപ്പം സജീവമാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ഡീലുറപ്പിക്കാനുള്ള EDയുടെ നോട്ടീസാണ്. കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ED പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ 9:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ചില വാർത്താ തുടർച്ചകൾ കൂടി നമുക്കൊന്ന് നോക്കി വരാം. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ ലീഗ് പതാക പ്രദർശിപ്പിക്കാത്തത് പുതിയൊരു രാഷ്ട്രീയ വിവാദമാവുകയാണ്. ലീഗിന്റെ പതാക പോലും ഉയർത്താൻ അനുവദിക്കാതെ ലീഗ് പ്രവർത്തകരെ കോൺഗ്രസ് അധിക്ഷേപിച്ചു എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. സമൂഹ മാധ്യമങ്ങൾ അടക്കം വിഷയം ചർച്ച ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം പ്ലക്കാർഡ് ഉപയോഗിച്ചത് പുതിയ ശൈലിയിലുള്ള പ്രചാരണമാണെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് ലഭിച്ച ജനസ്വീകാര്യത കോൺഗ്രസിനും UDFിനും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. എങ്ങനെയുണ്ടായിരുന്നു റോഡ് ഷോയുടെ ഒരു വിലയിരുത്തൽ? റോഡ് ഷോ വൻ വിജയമായിരുന്നു. 10,000-കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. ഒരു രാഷ്ട്രീയ നേതാവിനും ഇതുവരെ കേരളത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം വയനാട്ടിലെ ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, എത്രമാത്രം അദ്ദേഹത്തോട് അവർക്ക് ഹൃദയപരമായ ഐക്യം, ബന്ധം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. രാഹുലിന്റെ സേവനം അടുത്ത വരവില് മറ്റു മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കേരളം മുഴുവൻ 15-16 തീയതികളിൽ ഇവിടെ വയനാട്ടിലാണ്. അത് കഴിഞ്ഞ് മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് പര്യടനമുണ്ട്. ഈ റോഡ് ഷോയിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായത് ഒരു പാർട്ടികളെയും കൊടികൾ ആരും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. പകരം രാഹുലിന്റെ മുഖം ഉള്ള പ്ലക്കാർഡുകൾ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? കാരണം രാഹുൽ ഗാന്ധി എന്നുള്ളത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. എല്ലാവരും പ്ലക്കാർഡ് പിടിച്ച് അദ്ദേഹത്തിന്റെ പടം പിടിച്ചായിരുന്നു
അതൊരു പുതിയ സ്റ്റൈലായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം കഴിഞ്ഞ പഴയ അമേഠി പോലെയാണ് ഇപ്പോഴത്തെ വയനാട് എന്നാണ് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ അടക്കം കൊടികൾ ഉപയോഗിക്കാതിരുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായാണ് കോൺഗ്രസിന്റെ കൂട്ടുകെട്ട്. ദേശീയ തലത്തിൽ തന്നെ ഇത് പ്രചാരണ വിഷയമാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സ്മൃതി ഇറാനി വരുന്നു, വലിയ റോഡ് ഷോ, പത്രികാ സമർപ്പണം. എങ്ങനെയാണ് കാര്യങ്ങൾ? നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം വയനാടിന് ഒരു സ്ഥിരം MP വേണമെന്നുള്ള വോട്ടർമാരുടെ വലിയ അഭിലാഷം എവിടെ ചെന്നാലും ജനങ്ങൾ പറയുന്നതും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഇന്നലെ നമ്മൾ സിറ്റിംഗ് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കണ്ടു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ലീഗിൻ്റെ കൊടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാരണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ മറ്റ് വോട്ടർമാരോട് ഞാൻ മുസ്ലിം ലീഗിനോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് മത്സരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ മടിയുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. രാഷ്ട്രീയ പരാജയമാണ് UDFന്റെ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള ജനപിന്തുണയുള്ള മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യ ആകെയുള്ള വോട്ടർമാരെ അത് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ പാപ്പരത്തമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി മറ്റ് മുസ്ലിം മത മൗലികവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് UDF ഇവിടെ കേരളത്തിൽ പോകുന്നത്. UDFന് ഇപ്പോൾ പുതിയ കൂട്ടാളികളും വന്നിരിക്കുകയാണ്. PFI പോലുള്ള മതഭീകരവാദ സംഘടനകളും വന്നിരിക്കുകയാണ്. ഇതൊക്കെ വയനാട്ടിലെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും, കേരളത്തിലെ വോട്ടർമാർ ശരിയായി വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ടിനു വേണ്ടി ഏത് രാജ്യദ്രോഹ ശക്തികളുമായിട്ടും കൂട്ടുചേരുക, ഇന്ത്യ വിഭജനത്തിന് തന്നെ കാരണക്കാരായിട്ടുള്ള പാർട്ടികളുമായിട്ട് യോജിക്കുക, വീണ്ടും ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന PFI പോലുള്ള മതഭീകരവാദ സംഘടനകളുടെ പിന്തുണ തേടുക, ഇതെല്ലാം കോൺഗ്രസിന്റെ വലിയ ആശയ പാപ്പരത്തമാണ്. കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പുതിയ തലമുറയാണ് ഈ തരത്തിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി കൈകോർക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ ലീഗ് പതാക പ്രദർശിപ്പിക്കാത്തത് വലിയ വിവാദമായി മാറുന്നു, ദേശീയ തലത്തിലൊക്കെ വലിയ ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്? പുതിയ രീതിയാണ് എന്നൊക്കെ പറയുമ്പോഴും അശ്വതി ബോധപൂർവമായ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുകയാണ് ഇടത് കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ BJPയും എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2019 സമാനമായ തരത്തിൽ ലീഗിന്റെ പതാകകൾ കൂടുതലായി ഈ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉപയോഗിച്ചത്. റോഡ് ഷോയിൽ ഈ ലീഗിന്റെ പതാകകൾ നിറഞ്ഞു നിന്നത് വലിയ തരത്തിൽ ഈ കോൺഗ്രസിനെതിരായ പ്രചാരണം തീർക്കുന്നതിന് ഇടത് പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ BJPക്കും കഴിയുന്നൊരു സാഹചര്യമുണ്ടായി. BJP അത് വലിയ തോതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം മറ്റ് തരത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അത്തരത്തിലൊരു വീഴ്ച ഇത്തവണ ആവർത്തിക്കരുത് എന്നൊരു കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് ഷോ നടന്നത്. പക്ഷേ അവിടെ ഇതിനെ വലിയൊരു പ്രചാരണ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലീഗിനെ പലതവണ ഇടതുപക്ഷം ക്ഷണിക്കുന്ന സാഹചര്യമുണ്ടായതാണ്. അപ്പോഴൊക്കെ അവർ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് ഒരു അകന്നു നിൽക്കുന്ന സമീപനം. എന്നാൽ ദൂരത്താണോ എന്ന് ചോദിച്ചാൽ ദൂരത്തല്ല, അകന്നാണോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായൊരു മറുപടി അക്കാര്യത്തിൽ തരാൻ ഇപ്പോഴും ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്ക് ഇടത് സമീപനം. ശരി ഡാൻ, അതാണ് എന്തായാലും വലിയ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴും ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം അത് ഉയർത്തിയുള്ള വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് LDFിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നതായി കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നത് കേൾക്കാനും LDF സ്ഥാനാർത്ഥികളെ അഭിവാദ്യം ചെയ്ത് പിന്തുണ അറിയിക്കാനും മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെച്ച് വലിയ തോതിൽ അണിചേരുന്ന ജനങ്ങളെയാണ്
കാണാൻ കഴിയുക. ഇവിടെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്നലെയാണ് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവ് വയനാട്ടിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി റോഡ് ഷോയും നടന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ വരുന്നത്? സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ്. മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥി നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്യുന്നു. ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത്. അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട്. അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇത് ഒരുതരം ഭീരുത്വം. മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും ഐറ്റം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയിലെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇതെല്ലാം കാണുന്നു. ചിലർ അറിയുന്ന ആളുകളുണ്ട്, അവർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു. 1921
ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു. സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ്ണ പതാക ജാതി മത പ്രാദേശിക ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നുവെന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്കും രൂപം നൽകിയത് എന്നതും ഓർക്കണം. ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ രാജ്യത്ത് എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ട്, എത്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകർ കൊടിയ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഈ ചരിത്രം കോൺഗ്രസ്സുകാർക്കറിയില്ല. യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ത്രിവർണ്ണ പതാക ഹോഷിയാപൂർ കോടതിയിൽ ഉയർത്തിക്കെട്ടിയപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകുറക്കൽ സമരത്തിൽ പങ്കെടുത്ത സഖാവ് കൃഷ്ണപ്പിള്ളിയോട് ഈ പതാക, ത്രിവർണ്ണ പതാക താഴെ വെക്കാൻ പോലീസ് പറഞ്ഞു. തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് പതാക കൈവിടാൻ ആ ധീരദേശാഭിമാനി സഖാവ് കൃഷ്ണപ്പിള്ള തയ്യാറായില്ല. അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലേകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കൊടിയാക്കി. എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ല. ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് BJPയെ ഭയന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്. സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണേണ്ടത്. ത്രിവർണ്ണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ്. അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ്? കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ചുരുക്കി കാണാനാവുന്ന അനുഭവമല്ല ഇത്. സ്വന്തം പതാക വേണോ വേണ്ടിയോ എന്നൊക്കെ കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം. സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഇക്കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ് ലീഗിൻ്റെ കൊടിയുയർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ BJP നടത്തിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല, ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ കോൺഗ്രസ്സാണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക? ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു കാര്യം കൂടി
സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാനിലെ നഗോർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും മുൻ MP-യുമായ ജ്യോതി മിർദയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ആ പ്രസ്താവന ഇങ്ങനെയാണ്: രാജ്യ താൽപര്യം കണക്കിലെടുത്ത് നിരവധി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ ആ പ്രസ്താവനയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതിനായി ഭരണഘടനാ ഭേദഗതികൾ വരുത്തണം. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അനുമതി ആവശ്യമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. ലോക്സഭയിൽ BJPക്കും NDAക്കും വൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ല. ഇതാണ് ഈ സ്ഥാനാർത്ഥി മിർദ പറഞ്ഞത്. ഇപ്പോൾ ലോക്സഭയ്ക്കൊപ്പം രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയാൽ BJP ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന പരസ്യ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ നാക്കുകളിലൂടെ വന്നത്. അത് വലിയ വിവാദമായി. BJP ഇതുവരെ അത് തിരുത്താൻ പോയിട്ടില്ല. കാരണം അത് അവരുടെ യഥാർത്ഥ അജണ്ടയാണ്. രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന ഈ ഭീഷണിയോട് പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയും. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെ പതാക ഉയർത്താത്തതിൽ വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. സ്വന്തം പാർട്ടി പതാക എവിടെയും കണ്ടില്ല. അതിനുള്ള ആർജവം കോൺഗ്രസിനില്ലേ? ഈ കോൺഗ്രസ് ആണോ BJPയെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പ്രകടനത്തെ